ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയാണ്, കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത് ഡബിൾ എക്സലും ത്രിബിൾ എക്സലുകാർക്കൊക്കെ പറ്റുന്നതാണ്. എക്സൽ ലാർജിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നടുവേ മടക്കിയ തുണിയാണ് അത് വെച്ചത്. നമ്മൾ വീണ്ടും ഞാൻ പറയുന്നത് രണ്ടാക്കി മടക്കിയ തുണിഞ്ഞ് ഇതുപോലെ മടക്കുക കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്, നല്ല രസമുണ്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസാണ്. എന്താണെങ്കിലും 10 ഇഞ്ച് മേളിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. ഏത് സൈസുകാർക്കാണെങ്കിൽ യോക്ക് കട്ട് ചെയ്തെടുക്കണം. മേളിൽ നിന്നും 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് യോക്ക് സെപ്പറേറ്റ് ആണ് അതിൽ വരിക, അടിയിൽ പ്ലീറ്റ് വരുന്നതാണ്. ശേഷം നമുക്ക് ഷോൾഡർ 8 ഇഞ്ച്, ആം ഹോൾ 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഡബിൾ എക്സലും ത്രിബിൾ എക്സലുകാർക്കും ഷോൾഡർ 8 ഇഞ്ച്, ആം ഹോള് 8 ഇഞ്ച്. ഇപ്പോൾ എക്സൽ ലാർജ് ആണെങ്കിൽ 7 ഇഞ്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആം ഹോളും 7 കൊടുക്കുക, ഷോൾഡറും 7 കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ ആം ഹോളും 8 കൊടുക്കുന്നുണ്ട്, ഷോൾഡറും 8 കൊടുക്കുന്നുണ്ട്. ഷോൾഡർ 8 കൊടുത്ത ശേഷം അവിടെ നിന്ന് അടിയിലേക്ക് 8 ഇഞ്ച് തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിപ്പം മാർക്ക് ചെയ്ത പോയിൻ്റ് ഇല്ലേ, ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഈ തുണി തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് ടേപ്പ് വെച്ച് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചെസ്റ്റ് അതിന് മുന്നേ ആയിട്ട് നമുക്ക് 1.5 ഇഞ്ച് കൈക്കുഴിയിൽ 1.5 ഇഞ്ച്, എല്ലാവർക്കും 1.5 ഇഞ്ച് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിനുശേഷം ഇത് എവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ പോയിന്റ് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ആം ഹോൾഡ് അതിൽ കൂടെ. അപ്പോൾ 13 ഇഞ്ചാണ് ചെസ്റ്റ് കൊടുക്കുന്നത് ഡബിൾ എക്സലും ത്രിബിൾ എക്സലുകാർക്ക്. എക്സലുകാർക്കാണെങ്കിൽ എക്സലും ലാർജിനും 12 കൊടുക്കുക. ഓക്കെ, അപ്പോൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് നമ്മളവിടെ ആ 1.5 ഇഞ്ചില്ലേ അവിടെ ഇങ്ങനെ ഒന്ന് ആ പോയിൻ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വരച്ചോളൂ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തുക. അവിടെ നമ്മൾ 1.5 എന്നുള്ളത് 1.5 മാർക്ക് ചെയ്തില്ല, അവിടെ ജസ്റ്റ് ചോക്ക് കൊണ്ട് കറക്റ്റായിട്ടൊന്ന് വരച്ചോളൂ, അതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആ നമ്മൾ ആം ഹോൾ 8 എടുത്തിട്ട് അവിടെ നിന്ന് 1.5 ഇഞ്ചാണ് കൈക്കുഴി എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് മാർക്ക് ചെയ്തില്ല. ഇനി നമ്മൾ യോക്ക് 10 ഇഞ്ചല്ലേ, അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ നമ്മൾ ആ 1.5ക്ക് വരച്ചില്ലേ അങ്ങടിക്ക് ചരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഈ രീതിയിലാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റ് ആ ഭാഗത്ത് നിന്ന് ചെസ്റ്റ് വീണ്ടും ഉണ്ട്, 4 ഇഞ്ച് ഉണ്ട്. ഓക്കെ, ചിലർക്ക് 3 ആവാം, ചിലർക്ക് 4 ആവാം, ചിലർക്ക് 2.5 ആവാം. ആ 4 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്നും ആ ഒരു പോയിന്റ്, അതായത് ഈ 4 ഇഞ്ച് ചരിച്ച് വെക്കുക. തുണിയുടെ അടിയത്തെ പോർഷനിൽ നിന്നും ചരിച്ച് വെക്കുക. ഇത് കണ്ടത് ഇങ്ങനെ, അതായത് നമ്മുടെ യോക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അടിയിലുള്ള സ്കേർട്ടിൻ്റെ പീസിൽ അവിടെ നിന്ന് സൈഡിൽ നിന്ന് 4 ഇഞ്ച് എടുക്കുക ചരിച്ചിട്ട്. അതായത് ചരിച്ച് വെക്കുമ്പോൾ എങ്ങനെ 4 ഇഞ്ച് വരുമോ അതുപോലെ വെച്ചിട്ട് ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അതിപ്പോൾ ഈ 4 ഇഞ്ച് എവിടെ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ 1.5 ഇഞ്ച് ആം ഹോൾ അതിൽ കൂടിയാണ് നമ്മൾ യോക്ക് കട്ട് ചെയ്ത്, ബാക്കി ചെസ്റ്റിലേക്കുള്ള ദൂരമാണ് വന്നിരിക്കുന്നത്. കണ്ടത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് പകുതി കട്ട് ചെയ്തു, പക്ഷേ ചെസ്റ്റിലേക്ക് നമ്മൾ എടുത്തിട്ടില്ല. ആ ചെസ്റ്റിലേക്ക് എടുത്ത 4 ഇഞ്ചാണ്, ആ 4 ഇഞ്ചാണ് നമ്മൾ ആ ചെസ്റ്റിലേക്ക് അങ്ങോട്ട് വെക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്ത് കണ്ടത്, ഇതിനെ നേരെ അങ്ങോട്ട് ചരിച്ച് കട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇതുവരെ വന്നിട്ട് പിന്നെ 4 ഇഞ്ച് നമ്മൾ ചരിച്ചല്ലേ വരുന്നത്, ആ 4 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ചെറിയൊരു ചരിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മുടെ സ്കേർട്ടും ഇത് യോക്കും. സ്കേർട്ടിൽ നമുക്ക് പ്ലീറ്റ് വരണമായിരിക്കും, നിറച്ച് പ്ലീറ്റ് വരും കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്കതിൽ പ്ലീറ്റ് വരണമായിരിക്കും.
ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നോക്കിക്കോളൂ. അപ്പോൾ നമുക്കത് ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി, ആ ആം ഹോൾ മൊത്തം, അതായത് നമ്മുടെ കൈക്കുഴി ചെസ്റ്റ് ഫുള്ളായിട്ടുള്ള നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് കൈക്കുഴി അറിയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫുള്ളായിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ചരിച്ച് വെച്ച് ആം ഹോൾ വഴി വന്ന് കണ്ടോളൂ. പിന്നെ ചെസ്റ്റ് വരയ്ക്ക് നമുക്ക് ടേപ്പ് വയ്ക്കുമ്പോൾ എത്ര അളവ് വരുന്നുണ്ടെന്ന് നോക്കാം. 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ 11 ഇഞ്ച് ഓർത്ത് വെച്ചോളൂ. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ കൈക്കുഴി 11 ഇഞ്ചാണ്. അതായത് നമ്മുടെ യോക്കിൻ്റെ കൈക്കുഴി 11 ഇഞ്ചാണ്. അത് തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് 8 ഇഞ്ച് ലെങ്ത്ത് സ്ലീവിന് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 3 ഇഞ്ച് ഇവിടെ നിന്ന് കൈക്കുഴിയുടെ വണ്ണമാണ് 11 മാർക്ക് ചെയ്യുക. 11 മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഇങ്ങനെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം 11 ഇഞ്ച് വരുന്നുണ്ടോ എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അറിയാലോ, പ്ലീറ്റഡ് നൈറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. നൈറ്റി ചുരുക്ക് വണ്ണം ഒട്ടും അറിയാതിരിക്കാൻ നല്ല ഭംഗിക്ക് നൈറ്റി ഉള്ളതാണ് പ്ലീറ്റഡ് നൈറ്റി. 11 ഇഞ്ച് അടിയിൽ കൈയിൻ്റെ റൗണ്ട് നിങ്ങൾക്ക് 8 ഇഞ്ചോ 9 ഇഞ്ചോ വെച്ച് കൊടുക്കാം. അതിപ്പോൾ ലാർജ് ആണെങ്കിൽ 8, 7 കൊടുക്കാം. XXL, XXL 8, 9 വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെ, ഞാനിപ്പോൾ 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പോട് കൂടിയിട്ടാണ് 8 ഇഞ്ച് കൊടുത്തത്. തയ്യൽ തുമ്പോട് കൂടി 8 ഇഞ്ച് കൊടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കൈക്കുഴി റൗണ്ട് 11 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ യോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് നമുക്ക് കഴുത്തിൻ്റെ അകലം നമ്മൾ 2.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. XXL, XXLകാർക്ക്. ലാർജിനും XLനും നമ്മൾ 2.25 കൊടുക്കുക കേട്ടോ, കഴുത്തിൻ്റെ അകലം. കഴുത്തിൻ്റെ ഇറക്കം ഞാനിതിൽ കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 5.25, ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് 5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കത് ഒരു 5 ഇഞ്ചും ഫ്രണ്ട് നെക്കിനും, അപ്പോൾ XXLും ലാർജൊക്കെ ആണെങ്കിൽ 5 ഇഞ്ച് ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക് 4 ഇഞ്ച് കൊടുക്കാം. അപ്പം ഞാനിതിൽ എത്ര മാർക്ക് ചെയ്യുന്നത്, ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 5.25, ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കഴുത്തിൻ്റെ അകലം ഞാനതിൽ 2.25 മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 2 ലൈനും മാർക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഡെപ്തിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബാക്ക് പീസ് മാറ്റിയിട്ട് വേണം ഫ്രണ്ട് നെക്ക് ചെയ്യാനായിട്ട്. വീഡിയോ ഞാനൊന്നും ഓടിച്ച് കാണിച്ചിട്ടില്ല, വളരെ സ്ലോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും സംഭവം. അപ്പോൾ ആദ്യം നമ്മൾ 5 ഇഞ്ചിൽ കൂടിയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് നിവർത്തി വയ്ക്കുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. വളരെ എളുപ്പമാണ്, നല്ല ഭംഗിയുള്ള ഇതായിരിക്കും, നോക്കിക്കോളൂ. അതാണ് സംഭവം. അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിൻ്റെ കഴുത്ത് കുഴിച്ച് കുറച്ചുകൂടി ഇറക്കി വെട്ടണം. നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് 5.25 എന്നുള്ളത്. അപ്പോൾ ആ മാർക്ക് അവിടെയുണ്ട്. യോക്ക് നടുവേ മടക്കിയിട്ടുണ്ട്. കറക്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് നോക്കിക്കോളൂ, ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. പ്ലീറ്റ് വെച്ചിട്ടുള്ള നൈറ്റിയാണ്, പ്ലീറ്റഡ് നൈറ്റിയാണ് നമ്മളന്ന് ഇട്ടിരിക്കുന്നത്. എല്ലാ സൈസുകാർക്കുള്ള അളവുകൾ ഞാൻ ഒരുവിധം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും മാത്രമേ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഉടനെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.